റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലാത്തിചാർജിനിടെ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നീതി ലഭിച്ചില്ല എന്ന് പരാതി. ലാത്തിചാർജിനിടെ അടിയേറ്റ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്നാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവ് ഇട്ടത്. പക്ഷേ ആ ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഒരു മാസത്തിനകം നടപടിയെടുക്കണമെന്ന ഉത്തരവിറങ്ങി 6 മാസം കഴിഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ ഓർഡർ മാർച്ച് മാസം 20-ാം തീയതി ഇറങ്ങിയതാണ്. ഇയാൾക്കെതിരെ ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഓർഡർ ഉള്ളത്. പക്ഷെ 5 മാസം കഴിഞ്ഞു, എന്നിട്ടും ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല. ഇയാളെ സംരക്ഷിക്കാൻ പോലീസ് ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിയമപരമായിട്ട് അയാൾക്കെതിരെ ഏതറ്റം വരെ പോയാലും ശിക്ഷാ നടപടികൾ കിട്ടുന്നത് വരെ നമ്മൾ നിയമപോരാട്ടം നടത്തും. അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ ബിലാലിന് ഈ രീതിയിൽ പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കേറ്റിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? ബിലാലിന്റെ കണ്ണിന്റെ സ്ഥിതി ഇപ്പോൾ എന്താണ്? ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവ് അത് അനക്കാതെ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. വിനേഷ്, 2022 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴ നഗരത്തിൽ ഒരു മാർച്ച് നടന്നിരുന്നു. ഈ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഈ സംഘർഷത്തിനൊടുവിലാണ് പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായത്. അന്നത്തെ സംഘർഷത്തിലാണ് ഇപ്പോൾ നമ്മൾ പ്രതികരണം കേട്ട യൂത്ത് കോൺഗ്രസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ബിലാലിന് പരിക്കേൽക്കുന്നത്. ബിലാലിന്റെ കണ്ണിനാണ് ലാത്തിയടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ബിലാൽ സൂചിപ്പിച്ച പോലെ തന്നെ 28 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് 70% കാഴ്ച നഷ്ടപ്പെടുകയും തുടർന്ന് 3 മാസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് ഈ കാഴ്ച വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തത്. അന്ന് മുതൽ ഏതാണ്ട് കഴിഞ്ഞ 3 വർഷമായി ബിലാൽ നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി പരിഗണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പക്ഷേ ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ അന്ന് നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ മാർച്ചിൽ ഒരു ഉത്തരവ് ഉണ്ടാകുന്നത്. ആ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. എതിർകക്ഷി, അതായത് ഈ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വലിയ നടപടി ഉണ്ടാകണം. അതിന് വകുപ്പ് തല അന്വേഷണം നടക്കണം. എറണാകുളം റേഞ്ച് IG അല്ലെങ്കിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വകുപ്പ് തല അന്വേഷണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. എന്താണ് നടപടി സ്വീകരിച്ചത് എന്നതിൽ 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മാർച്ചിൽ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തിറങ്ങി ഏതാണ്ട് 6 മാസം പിന്നിടുകയാണ്. ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ യുവാവ് ഇപ്പോഴും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇന്ന് തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എടുത്ത ഒരു കേസിൽ ഇപ്പോഴും നടപടി ഉണ്ടാകാതെ വിനേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ചില്ലുംകൂട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിനേഷ്, അതാണ് അവസ്ഥ. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവിന് പുല്ലുവിലയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കിനി പിന്നാലെ വരികയും ചെയ്യുന്നുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ.